അർജുൻ, ഇന്ന് വൈകിട്ടാണ് നമുക്ക് പൂജയ്ക്ക് പോകേണ്ടത്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞില്ലേ ചന്ദ്രലേഖേ? അമ്പലത്തിൽ തന്നെ എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി പൂജയ്ക്കുള്ള കുറച്ച് പൂക്കൾ മാത്രം ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി. ഈ വീട്ടിലെ മുഴുവൻ ആൾക്കാരും പൂജയിൽ പങ്കെടുക്കണം. ചില പ്രത്യേക വഴിപാടുകൾ ചെയ്യേണ്ടത് ഐശ്വര്യ. അല്ല, വഴിപാടെന്ന് പറയുമ്പോ എന്തൊക്കെയാമേ? അറിയില്ല, അതൊക്കെ തിരുമേനിക്കറിയാം. അവിടെ ചെന്നാലേ അറിയൂ എന്തൊക്കെയാ ഉള്ളതെന്ന്. എന്തായാലും ചെയ്തല്ലേ പറ്റൂ. എനിക്ക് മാത്രമല്ലല്ലോ, ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ. ചന്ദ്രലേഖേ, അമ്പലത്തിലേക്ക് പോകുമ്പോ ചിന്നുവിനെ കൂടി വിളിക്കണം. അവളും വരട്ടെ. അല്ല, കുടുംബക്കാര് പോകുന്ന സ്ഥലത്ത് എന്തിനാമേ അവള്? വെറുതെ വരട്ടെ. അമ്മയുടെ ഇഷ്ടം. ചിന്നുവിനേക്കാളും തരം താഴ്ന്നവര് വരികയല്ലേ. പിന്നെ അവളും കൂടി വന്നാ എന്താ പ്രശ്നം? സമയാസമയം ഭക്ഷണം വെച്ച് തരാനെങ്കിലും അവളെ കൊണ്ടൊരു ഉപകാരമുണ്ട്. മറ്റുള്ള ചിലര് എന്തിനാ ഇവിടെ ജീവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ചന്ദ്രലേഖ, അമ്മയുടെ സഹോദരൻ ഭദ്രൻ എന്ന് പറയുന്ന ഒരാളില്ലേ? അങ്ങേരുടെ ഭാര്യയും മോളെയും കൊണ്ട് ഈ വീട്ടിൽ എന്തെങ്കിലും ഉപകാരമുള്ളതായിട്ട് ചന്ദ്രലേഖയ്ക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ കാര്യ അമ്മ ഇപ്പൊ പറഞ്ഞത് അല്ലമ്മേ. സ്വന്തം സഹോദരന്റെ കുടുംബത്തെ കുറിച്ച് അമ്മയ്ക്ക് നല്ല മതിപ്പാ.